ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റർ സ്റ്റാർട്ട് ടീന വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ് എടുക്കുന്നത് CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകളാണ്. 3-4 ക്ലാസ്സുകൾ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ കൊടുത്തേക്കാം. നിങ്ങളത് ദയവായി കാണാൻ ശ്രമിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് NPA അഥവാ അസറ്റ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിങ് ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും ഈ സെക്ഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്ത് കമൻ്റ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, അസറ്റ് ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും 4 അസറ്റുകളുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്സ് ആൻഡ് ലോസ് അസറ്റ്. നമ്മളെപ്പോഴും പറയുമല്ലോ, സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA. അത് ഏത് അസറ്റ് ക്ലാസിഫിക്കേഷനിൽ എത്തുമ്പോഴാണ് അത് NPA ആയി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് വൺ വിച്ച് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി പ്രോബ്ലംസ് ആൻഡ് വിച്ച് ഡസ് നോട്ട് ക്യാരി മോർ ദാൻ നോർമൽ റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ബിസിനസ്. ഈ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ ടേമിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. അത് മാത്രമല്ല, നോർമൽ റിസ്കിനേക്കാൾ കൂടുതൽ റിസ്ക്കുമില്ല ആ സ്റ്റാൻഡേർഡ് അസറ്റിനെ കുറിച്ച്. അതൊരിക്കലും നോൺ പെർഫോമിംഗ് അസറ്റ് കാറ്റഗറിയിൽ വരില്ല, NPA കാറ്റഗറിയിൽ വരില്ല സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വിചാരിക്കണം. ഇറ്റ് ഇൻക്ലൂഡ് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: SMA-0, SMA-1, SMA-2. SMA എന്ന് വെച്ചാൽ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. ഈ സ്റ്റാൻഡേർഡ് അസറ്റിലെ മൂന്ന് ഫാക്ടേഴ്സാണ് താഴെ പറയുന്നത്. SMA-0 പറയുന്നത്, പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നോട്ട് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 30 days ബട്ട് അക്കൗണ്ട് ഷോയിങ് സൈൻസ് ഓഫ് ഇൻസിപ്പൻറ്റ് സ്ട്രെസ്. മീൻസ് പേയ്മെൻറ്റ് ഓവർ ഡ്യൂ ബൈ 1 to 30 days. ഒരു ദിവസം മുതൽ 30 ദിവസം വരെ പേയ്മെൻറ്റ് ഓവർ ഡ്യൂ ആയിട്ടിരിക്കുന്നതാണ് SMA-0. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടാണ്. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് SMA-0. അതുപോലെ തന്നെ ഉള്ളതാണ് SMA-1. അതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓവർ ഡ്യൂ ബിറ്റ്വീൻ 31 to 60 days. നമ്മൾ എപ്പോഴും ആ ഡേറ്റും പീരീഡ്സും മെൻഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. SMA-0 1 to 30 days ആണ്. 1 to 30 days, ഒരു മാസം വരെ. SMA-1 ആണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ, 2 മാസം വരെ, 31 to 60 days. ഓവർ ഡ്യൂ ആവുന്നത് ഇത്രയും ഡേറ്റിനുള്ളിൽ. SMA-2 ആണെങ്കിൽ പേയ്മെൻറ്റ് ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓവർ ഡ്യൂ ബിറ്റ്വീൻ 61 to 90 days. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, 3 മാസം വരെ ഓവർ ഡ്യൂ ആയിട്ടിരിക്കുകയാണ് ഒരു പേയ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ അത് NPA സ്റ്റാറ്റസിൻ്റെ നിയർ ബൈ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് അസറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞോട്ടെ വലിയൊരു നോർമൽ റിസ്കിനേക്കാൾ കൂടുതൽ റിസ്ക് ഇല്ല. കാരണം 3 മാസം വരെയാണ് അത് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അത് നമുക്ക് നോട്ടീസ് അയച്ചോ നമുക്ക് കോൾ ചെയ്തോ അത് ഇൻട്രസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ 3 മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാലാണ് പ്രോബ്ലംസ് വരുന്നത്. NPA സ്റ്റാറ്റസ് നിയർ ആയിട്ട് നിൽക്കുന്നതാണ് SMA-2. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് വൺ വിച്ച് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി പ്രോബ്ലംസ് ആൻഡ് വിച്ച് ഡസ് നോട്ട് ക്യാരി മോർ ദാൻ നോർമൽ റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ബിസിനസ്. സച്ച് ആസ് അസറ്റ് ഷുഡ് നോട്ട് ബി ആൻ NPA. ക്വസ്റ്റ്യൻ ചിലപ്പോൾ NPA അല്ലാത്ത ഏതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് അസറ്റ് പറയാം. ഇറ്റ് ഇൻക്ലൂഡ് SMA-0, SMA-1, SMA-2. SMA-0 പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നോട്ട് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 30 days ബട്ട് അക്കൗണ്ട് ഷോയിങ് സൈൻസ് ഓഫ് ഇൻസിപ്പൻറ്റ് സ്ട്രെസ്. അതായത് പേയ്മെൻറ്റ് ഓവർ ഡ്യൂ ബൈ 1 to 30 days. SMA-1 ആണെങ്കിലോ ഓവർ ഡ്യൂ ബിറ്റ്വീൻ 31 to 60 days. SMA-2 ആണെങ്കിൽ 61 to 90 days. എന്ന് വെച്ചാൽ ഏർലി വാർണിംഗ്. ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് ബാങ്കിൽ നടത്തുന്നത് വെച്ചാൽ ഏർലി വാർണിംഗ് സിസ്റ്റം ഫോർ ലോൺസ് ആണ്. കാരണം എന്ന് വെച്ചാൽ NPA ഒക്കെ നമ്മൾ നോക്കി ക്ലാസിഫൈ ചെയ്യുന്നത് ബാങ്കിങ്ങിന് എന്താണ്, ലോൺസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് വല്ലാത്ത റിസ്കിലോട്ട് പോകുമെന്നൊക്കെ അറിയാനായിട്ടാണ് ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ, NPA ക്ലാസിഫിക്കേഷനൊക്കെ ബാങ്കിങ് സിസ്റ്റം നടത്തുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്റ്റും ബോറോവേഴ്സ് ക്രെഡിറ്റ് സ്കോർ, സിബിൽ സ്കോറൊക്കെ പോലെ തന്നെ ബോറോവേഴ്സിൻ്റെ ക്രെഡിറ്റ് സ്കോറിനെയും ഇത് നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അസറ്റ് ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. അതിൽ തന്നെ സ്റ്റാൻഡേർഡ് അസറ്റിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആവുന്നത് കണ്ടു. പിന്നെ എന്തിനു വേണ്ടിയിട്ട് നടത്തുന്നത്? ബോറോവേഴ്സ് ഇമ്പാക്റ്റ് ക്രെഡിറ്റ് സ്കോർ അറിയാനും, പിന്നെ നമുക്ക് ബാങ്കിങ്ങിൽ ഇനി വരാനിരിക്കുന്ന റിസ്ക്സ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും പറ്റും.
SMA ഫുൾ ഫോമാണ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. ഇനി നമുക്ക് അടുത്ത അസറ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ അടുത്തത് എന്താണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. ആദ്യത്തെ സ്റ്റാൻഡേർഡ് അസറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളതാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വെച്ചാൽ വിത്ത് എഫക്റ്റ് ഫ്രം March 31, 2005 an asset would be classified as substandard if it remained NPA for a period less than or equal to 12 months. എന്ന് വെച്ചാൽ March 31, 2025 എഫക്റ്റ് അനുസരിച്ച് ഒരു അസറ്റ് സബ്സ്റ്റാൻഡേർഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 12 മാസമായിട്ട് ഈക്വലായിട്ടോ അല്ലെങ്കിൽ ലെസ് ദാൻ 12 മാസത്തിന് ഉള്ളിലോ ആയിട്ട് അത് ട്രീറ്റ് ചെയ്യുന്ന അസറ്റുകളാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. ആ പീരീഡ് നോക്ക്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മന്ത്സ്. അടുത്തതാണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. അടുത്താണ് ഡൗട്ട്ഫുൾ അസറ്റ്. വിത്ത് എഫക്റ്റ് ഫ്രം March 31, 2005 an asset is required to be classified as doubtful if it has been remained NPA for more than 12 months. എന്ന് വെച്ചാൽ മറ്റേത് സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്ക് ഈക്വൽ ഓർ ലെസ് ദാൻ 12 മന്ത് ആണെങ്കിൽ ഡൗട്ട്ഫുൾ അസറ്റ് എന്തായിരിക്കും? പീരീഡ് മോർ ദാൻ 12 മന്ത്സ്, അതായത് ഒരു കൊല്ലത്തിന് മുകളിൽ. അതിൽ തന്നെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡൗട്ട്ഫുൾ 1, ഡൗട്ട്ഫുൾ 2, ഡൗട്ട്ഫുൾ 3. ഡൗട്ട്ഫുൾ 1 അഥവാ DA1 എന്ന് വെച്ചാൽ NPA അക്കൗണ്ട് റിമൈൻസ് ഇൻ ഡൗട്ട്ഫുൾ കാറ്റഗറി ഫോർ എ പീരീഡ് അപ് ടു 1 ഇയർ. NPA അക്കൗണ്ട് റിമൈൻസ് ഇൻ ഡൗട്ട്ഫുൾ കാറ്റഗറി ഫോർ എ പീരീഡ് അപ് ടു 1 ഇയർ ആണ് DA1. എന്നാൽ DA2 NPA അക്കൗണ്ട് റിമൈൻസ് ഇൻ ഡൗട്ട്ഫുൾ കാറ്റഗറി ഫോർ മോർ ദാൻ 1 ഇയർ ബട്ട് അപ് ടു 3 ഇയർ. 1 ഇയറിൽ കൂടുതലായിരിക്കണം, പക്ഷേ 3 ഇയറിൻ്റെ ഉള്ളിലായിരിക്കണം. അതാണ് ഡൗട്ട്ഫുൾ 2. ഡൗട്ട്ഫുൾ 3 എന്ന് വെച്ചാൽ NPA അക്കൗണ്ട് റിമൈൻസ് ഇൻ ഡൗട്ട്ഫുൾ കാറ്റഗറി ഫോർ എ പീരീഡ് മോർ ദാൻ 3 ഇയർ. അപ്പോൾ DA1 എന്ന് വെച്ചാൽ എന്താണ്? പീരീഡ് അപ് ടു 1 ഇയർ, 1 ഇയർ വരെയും. DA2 അപ് ടു 1 ഇയറിന് മുകളിലും 3 ഇയറിൻ്റെ ഉള്ളിലും. അത് കഴിഞ്ഞു പോകരുത്. അത് കഴിഞ്ഞു പോയാൽ DA3 ആയി, ഡൗട്ട്ഫുൾ 3 ആയിരിക്കും. NPA അക്കൗണ്ട് റിമൈൻസ് ഇൻ ഡൗട്ട്ഫുൾ കാറ്റഗറി ഫോർ എ പീരീഡ് മോർ ദാൻ 3 ഇയേഴ്സ്. മെയിനായിട്ടുള്ളതാണ്. അപ്പോൾ ഡൗട്ട്ഫുൾ അസറ്റിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. SMA 0, SMA 1, SMA 2. അതുപോലെ ഡൗട്ട്ഫുൾ അസറ്റിൻ്റെയാണ് DA1, DA2, DA3. അതിൻ്റെ ഇതെന്താണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. അപ്പോൾ എന്താണ്? ഇഫ് ഇറ്റ് റിമെയിൻസ് NPA ഫോർ എ പീരീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മന്ത്സ് ആണ്. ഡൗട്ട്ഫുൾ അസറ്റ് വിത്ത് എഫക്റ്റ് ഫ്രം March 31, 2005 ആൻഡ് അസറ്റ് ഈസ് റിക്വയർഡ് ടു ബി ക്ലാസിഫൈഡ് ആസ് ഡൗട്ട്ഫുൾ ഇഫ് ഇറ്റ് ഹാസ് ബീൻ റിമൈൻഡ് NPA ഫോർ മോർ ദാൻ 12 മന്ത്സ്. ഡൗട്ട്ഫുൾ 1 എന്ന് അയക്കണത് പീരീഡ് അപ് ടു 1 ഇയർ, 2 എന്ന് ഉദ്ദേശിക്കുന്ന 1 ഇയർ ബട്ട് അപ് ടു 3 ഇയർ, 3 എന്ന് ഉദ്ദേശിക്കുന്ന പീരീഡ് ഓഫ് മോർ ദാൻ 3 ഇയേഴ്സ്. അതാണ് ഞാൻ പിന്നെയും ആ പീരീഡ് നമ്മൾ ഓർത്തിരിക്കുക. അടുത്താണ് ലോസ് അസറ്റ്. ആൻ അസറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ലോസ് അസറ്റ് വെൻ ഇറ്റ് ഈസ് അൺകളക്റ്റബിൾ ഓർ ഹാസ് സച്ച് എ ലിറ്റിൽ വാല്യൂ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആസ് എ ബാങ്കബിൾ അസറ്റ്. എന്ന് വെച്ചാൽ അത് കിട്ടാൻ ഒട്ടും ചാൻസ് ഇല്ല. അൺകളക്റ്റബിൾ ആണ് ലോസ് അസറ്റ്. അത് സച്ച് എ ലിറ്റിൽ വാല്യൂ ആയിരിക്കും. അത് ബാങ്കബിൾ അസറ്റിൻ്റെ ഒപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകുന്നതാണ് ലോസ് അസറ്റ്. മെയിനായിട്ട് നമ്മൾ പറഞ്ഞതാണ് അസറ്റിൽ സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ്സ് ഉണ്ട്, ലോസ് അസറ്റ് ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അസറ്റ് ഇസ് വൺ വിച്ച് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി പ്രോബ്ലംസ് ആൻഡ് വിച്ച് ഡസ് നോട്ട് ക്യാരി മോർ ദാൻ നോർമൽ റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ബിസിനസ്. സച്ച് ആൻ അസറ്റ് ഷുഡ് നോട്ട് ബി ആൻ NPA അല്ല. ഇറ്റ് ഇൻക്ലൂഡ് SMA 0, SMA 1, SMA 2. SMA 0 എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നോട്ട് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 30 days ബട്ട് അക്കൗണ്ട് ഷോ സൈൻസ് ഓഫ് ഇൻസെപ്റ്റബിൾ സ്ട്രെസ്. SMA 1 ആണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓവർ ഡ്യൂസ് ബിറ്റ്വീൻ 31 to 60 days. SMA 2 പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓവർ ഡ്യൂ ബിറ്റ്വീൻ 61 to 90 days. അതാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? സബ്സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് റിമൈൻഡ് NPA ഫോർ പീരീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മന്ത്സ് ആണ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് ആണെങ്കിലോ 12 മന്ത്സിന് കൂടുതലുള്ളത് അത് ശരിക്കും NPA ആയിട്ട് ട്രീറ്റ് ചെയ്തു. 1 ഇയറിന് മുകളിലായി. അതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. DA1, DA2, DA3. അപ് ടു 1 ഇയർ, 1 ഇയർ മോർ ആൻഡ് അപ് ടു 3 ഇയർ. DA3 മോർ ദാൻ 3 ഇയേഴ്സ്. മാക്സിമം 3 ഇയേഴ്സ് ആണ് മാക്സിമം. ലോസ് അസറ്റ് എന്ന് വെച്ചാൽ അൺകളക്റ്റബിൾ ആണ്, ലോസ് ആയിട്ട് കിടക്കുന്നത്. കണ്ടിന്യൂസ് ആസ് എ ബാങ്കബിൾ അസറ്റ് ആണ്. മെയിനായിട്ട് ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ഒരു പ്രോഗ്രസ്സും മാത്രമല്ല അതിൻ്റെ ഒരു ഇതറിയാനാണ്, ഫീച്ചർ അറിയാനായിട്ടാണ് ബാങ്കുകാർ അസറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബാങ്കിങ്ങിൽ.
മെയിനായിട്ട് അപ്പം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത് അസറ്റാണ്. സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ഇപ്പോൾ എക്സാമിൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻ പുതിയ ഇയറിൽ പബ്ലിഷായി. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസംബർ ടു ഫെബ്രുവരി ആണ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാൻ ക്ലാസ്സിലെടുക്കുന്നത്. 2 ദിവസം ഇടവിട്ടുള്ള ഗ്യാപ്പിലാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി ഇടണം. എന്നാൽ മാത്രമാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നിലുള്ള വീഡിയോസിൻ്റെ ലിങ്കും ലിങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളതും ഒന്ന് കാണാൻ ശ്രമിക്കുക. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും കുറച്ച് സൗണ്ട് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ മാക്സിമം ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ ഇപ്പോൾ 3-4 ക്ലാസ്സുകളാണ് ഞാൻ CSEB എടുത്തിട്ടുള്ളൂ. അത് സിലബസ് വൈസാണ്. സിലബസ് വൈസ് കളക്ട് ചെയ്തിട്ട് മാക്സിമം സിലബസ് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതലായിട്ടൊന്നും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ ബാങ്കിങ്ങിൽ കൂടുതൽ മാർക്കുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ പഠിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് കമൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നോളജ് ബൂസ്റ്റർ സ്റ്റാർട്ട് ടീന വേൾഡ്. ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.